ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി മരക്കുറ്റിയുടെ മോഡലുള്ള ഒരു സിമൻറ്റ് ചെടിച്ചട്ടിയാണ്. ഇതെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പഴയ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പാണ്. പിന്നെ വേണ്ടത് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തത്. സിമൻറ്റ് ഒന്നും മണലൊന്നും എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ വീഡിയോയിലും അതേ കണക്ക് തന്നെയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര ചേർക്കുന്നോ സിമൻറ്റ് ഒന്നും മണലൊന്നും ഈക്വൽ അളവിൽ എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ആ കുപ്പിയുടെ ആ ഒരു പൊക്കത്തിൻ്റെ ആ ഒരു പൊക്കം വരത്തക്ക രീതിയിൽ അടിയിൽ കുറച്ച് സിമൻറ്റ് നല്ല വീതിക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു പഴയ പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട് മോൾഡിന് പകരം. അപ്പോൾ മണ്ണിന് പകരം മണലായിരുന്നാലും പാറപ്പൊടി ആയിരുന്നാലും മതിയാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സിമൻറ്റും വെള്ളവും കൂടെ കുറച്ച് ലൂസിന് മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് കോട്ടൺ തുണിയും. അപ്പോൾ ആ കോട്ടൺ തുണി ആ സിമൻറ്റ് വെള്ളത്തിൽ നല്ലവണ്ണം മുക്കിയെടുത്തിട്ട് നമ്മുടെ മോൾഡിൻ്റെ ചുറ്റാതെ ഒന്ന് നല്ലവണ്ണം ചുറ്റി ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കെട്ടുകമ്പിയാണ്. അപ്പോൾ കെട്ടുകമ്പിക്ക് പകരം നെറ്റായിരുന്നാലും നമുക്ക് അതിൻ്റെ പുറത്ത് ചുറ്റും. അപ്പോൾ നല്ല ബലം കിട്ടാൻ വേണ്ടിയാണ് കെട്ടുകമ്പി ചുറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സിമൻറ്റ് പൊടിയും കൂടെ തേച്ചിട്ടുണ്ട് ആ തുണിയുടെ പുറം മൊത്തത്തിൽ. അതിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് സിമൻറ്റ് പൊടി തേച്ച് പിടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സിമൻറ്റ് ഒരു ഏകദേശം ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ സിമൻറ്റ് എല്ലാ സൈഡിലും റൗണ്ടിനെ കരണ്ടിക്ക് കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. സിമൻറ്റ് മൊത്തത്തിലും തേച്ച് കരണ്ടി കൊണ്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ മൊത്തത്തിലും തേച്ച് പിടിപ്പിച്ചിട്ട് ആ ടോപ്പ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വൃത്തിയായിട്ട് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ച സിമൻറ്റിൽ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ കുറച്ച് മണലും സിമൻറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെള്ളം ചേർക്കാതെ അതിൻ്റെ പുറത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പം നമ്മൾ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന സിമൻറ്റിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പം എല്ലാം ഈ മണലും സിമൻറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആ മിശ്രിതം അതിങ്ങ് പിടിച്ചെടുത്തോളൂ. അത് കഴിഞ്ഞ് അതൊന്ന് സ്വല്പം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇട്ട് നമുക്ക് ആ കരണ്ടി കൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് റൗണ്ടിന് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വേണ്ട, ഒരു വൃത്തിക്ക് മൊത്തം സൈഡിലും നല്ലവണ്ണം തേച്ച് റൗണ്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ കരണ്ടി കൊണ്ട് നമ്മൾ ആദ്യം തേച്ച് പിടിപ്പിച്ചതെല്ലാം റൗണ്ട് ഷേപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ലെയറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറും ഏകദേശം ഒരു 4 ഇഞ്ച് കനത്തിന് സിമൻറ്റ് നമ്മൾ ആദ്യം തേച്ച കണക്ക് അടി സൈഡിലൊന്ന് വീതി കൂട്ടിയും മുകൾ സൈഡ് വീതി കുറച്ചും മൊത്തത്തിൽ റൗണ്ടിന് തേച്ച് പിടിപ്പിക്കാം. ഇതേ കണക്ക് ആദ്യം നമ്മൾ തേച്ച കണക്ക് തന്നെ റൗണ്ട് ഷേപ്പിൽ മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചൊന്ന് കരണ്ടി കൊണ്ട് തന്നെ തേച്ച് ഒതുക്കിയെടുക്കാം. അപ്പം പ്രത്യേകിച്ച് നല്ല വലിയ വൃത്തിയൊന്നും വേണ്ട, വൃത്തിയൊന്നും ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ തേച്ചെടുത്താൽ മാത്രം മതി. അപ്പം എല്ലാ റൗണ്ടിന് രണ്ടാമത്തെ സെക്കൻഡ് ലെയറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ തടിയുടെ അടിഭാഗത്തുള്ള വേരിൻ്റെയൊക്കെ ആ ഒരു ആകൃതിയിൽ അടി സൈഡിൽ നല്ല കട്ടിക്ക് തന്നെ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വേരിൻ്റെയൊക്കെ ഒരു ഷേപ്പിന് അവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തടിയുടെ വേരൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എവിടെ വേണോ കൊടുക്കാം, എത്ര വേര് വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് തടിയുടെ പുറത്ത് വരുന്ന ചെറിയൊരു വര മാത്രമേ കൊടുക്കുന്നുള്ളൂ, വലിയ വര ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി കെട്ടുകമ്പി രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ 2 എൻഡ് കൊണ്ടാണ് വരച്ചെടുക്കുന്നത്. ചെറുതായിട്ട് വരച്ചാൽ മതി, വലിയ വര വീഴാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുക.
അപ്പോൾ അത് മൊത്തത്തിലൊന്ന് വരച്ച് തീർന്നിട്ട് പിന്നെ നമുക്ക് ചെറിയൊരു ബ്രഷും ഉണ്ട്, മൊത്തം ഒന്ന് നല്ലവണ്ണം ആ വലിയ തടുപ്പായിട്ട് ഇരിക്കുന്ന സിമെൻ്റ് എല്ലാം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ബ്രഷ് ചെയ്തെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ട ഒരു കത്തി ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂർച്ചയുള്ള വല്ല ബ്ലേഡും ഉണ്ടോ, നമുക്ക് ചെറുതായിട്ട് നല്ല കുഴിച്ച് നമുക്ക് വീഡിയോ കാണും കണക്ക് എല്ലാ സൈഡും ചെറിയ ചെറിയ പീസുകളായിട്ട് വരച്ചെടുക്കാം. അപ്പം അതിന് പ്രത്യേകിച്ച് ലെവലൊന്നും വേണ്ട, നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഓവർ വലുതാവാതിരുന്നാൽ മാത്രം മതി. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് വീഡിയോ കാണുന്ന കണക്ക് ഏകദേശം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമുക്ക് അടുത്ത് ശരിയാക്കുള്ള എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ അമൂട് ഭാഗത്തിലുള്ള വേരൊക്കെയാണ്. അപ്പോൾ ഇനി അതിനു വേണ്ടി ചെറുതായിട്ടൊന്ന് സിമെൻറ്റൊക്കെ ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേരിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടി സൈഡിലുള്ള എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ടോപ്പിലുള്ള ഒരു റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കണം. അപ്പോൾ ആ മണ്ണിൻ്റെ നമ്മൾ മോൾഡിന് വരെ വെച്ചിരിക്കുന്ന മണ്ണിൻ്റെ ആ സൈഡിലുള്ള നമ്മുടെ ആ തുണിയുടെ എൻഡ് വരത്തക്ക രീതിയിൽ മൊത്തം ഒന്ന് റൗണ്ടിന് നമുക്ക് ആ കത്തി ഉപയോഗിച്ചോ കരണ്ടി ഉപയോഗിച്ചോ ഒന്ന് റൗണ്ട് ഷേപ്പിനാക്കിയിട്ട് അവിടെയും കൂടെ ഒന്ന് തടിയുടെ അകസൈഡൊക്കെ വരുന്ന ആ ഒരു ലുക്കിൽ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം വരച്ചിട്ട് പിന്നെ നമുക്ക് താഴെ നിന്ന് വരുന്ന ആ വലിയ വരയെല്ലാം മുകൾ സൈഡിൽ ആ എല്ലാം ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് വിട്ടേക്കാം. അപ്പോൾ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം നല്ലവണ്ണം വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ തടിയുടെ ചെടിച്ചട്ടി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ദിവസം ആയിട്ടുണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട്. ഇനി അതിനകത്തുള്ള മണ്ണ് എല്ലാം മോൾഡിന് വരെ വെച്ചിരിക്കുന്ന മണ്ണെല്ലാം കോരി അങ്ങ് മാറ്റാം. അപ്പോൾ അതെല്ലാം കോരി മാറ്റിയിട്ട് അതിനകത്ത് മണ്ണിൻ്റെ ഇതൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കൂടെ നല്ലവണ്ണം കഴുകി വീണ്ടും വെയിലത്ത് വെച്ച് 1-2 ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കഴുകി എടുത്തതിന് ശേഷം പിന്നെ നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെടിച്ചട്ടി നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കളറാണ്. അപ്പോൾ കളറിന് വേണ്ടി എല്ലാ പെയിൻറ്റും എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. പിന്നെ ഇനി ഉണങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അടിയിലുള്ള പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പങ്ങ് തട്ടിക്കളയപ്പം നമ്മുടെ ചെടിച്ചട്ടിയുടെ അടി സൈഡിലുള്ള ഹോള് അവിടെ ഉണ്ടാവും. അപ്പം ബ്ലാക്ക് പെയിൻറ്റ് ഏകദേശം എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ ഒരു കോട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളറ് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ ചുവപ്പും ബ്രൗൺ കളറും കൂടെയാണ്. അത് രണ്ടും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്ത് ഒരു കോട്ട് നമ്മൾ വരയുള്ള ഭാഗമൊക്കെ പറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ പുറ സൈഡ് മാത്രം ഒന്ന് ഒട്ടിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. തടിയുടെ കളർ കിട്ടത്തക്ക രീതിയിലുള്ള പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പിന്നെ ആക്രിലിക്കിൻ്റെ മഞ്ഞ പെയിൻറ്റും ബ്രൗണും വൈറ്റ് കളറും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്ത് നമ്മൾ ആ തടിയുടെ വേരൊക്കെ വരുന്ന ഭാഗമൊക്കെ ആ ഒരു കളറിൽ അടിച്ചു കൊടുക്കാം.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.